പ്രിയപ്പെട്ട മോമിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മരണം ഇങ്ങനെ കൂടി വരുന്നു. ചിലർ ജീവൻ നിലനിർത്താൻ നെട്ടോട്ടം ഓടുമ്പോൾ മറുഭാഗത്ത് മറ്റു ചിലർ ജീവിതം മടുത്ത് സ്വയം ജീവൻ ഇല്ലാതാക്കുന്നു. മാതാപിതാക്കളെയും പറ്റിച്ച് കുഞ്ഞു മക്കൾ കുളത്തിലും പുഴയിലും മുങ്ങി മരണപ്പെടുന്നു. അങ്ങനെ നിരവധി മരണവാർത്തകളാണ് നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. ഏറെ വേദനിപ്പിച്ച ഈ ഒരു മരണം ആ നാടിനെ തന്നെ കണ്ണീരിലായിത്തിരിക്കുകയാണ്. കക്കാട് സ്വദേശിയായ ഇപ്പോൾ കാരത്തോട്ട് താമസക്കാരനുമായ എട്ടുവീട്ടിൽ മുഹമ്മദ് അലി, ചെമ്പയിൽ കുഞ്ഞിപ്പൂ എന്നവരുടെ മകൻ മൂസ മുഹമ്മദ് കുട്ടി മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏറെ വേദനപ്പെടുത്തുന്ന ഒരു മരണമാണിത്. അപ്രതീക്ഷിതമായ ആ ഒരു മരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തായിരുന്നു കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കണക്കുകൂട്ടലുകളും ഇല്ലാതെയാണ് യാദൃശികമായി മരണം നമ്മെ പിടികൂടുക. അതിനുവേണ്ടിയാണ് നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് പറയുന്നത്. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. ഇന്നലെ കാരത്തോട്ട് വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് മൂസ മുഹമ്മദ് കുട്ടി മരണപ്പെട്ടു പോകുന്നത്. പെട്ടെന്ന് കേട്ട വാർത്ത അവരുടെ കുടുംബത്തെയും നാടിനെയും ഏറെ കണ്ണീരിലാഴ്ത്തി. പടച്ച റബ്ബിൻ്റെ വിധി എന്നോർത്ത് സമാധാനിക്കാം, അല്ലാതെ എന്ത് പറയാൻ. ഇതുപോലുള്ള നിരവധി മരണവാർത്തകളാണ് ഇന്ന് നമ്മുടെ ടേബിളിൽ വന്നിരിക്കുന്നത്. മരണവിവരം അറിയിക്കാമെന്ന് വെച്ചാൽ ഒരുപാട് മരണപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. എന്തൊക്കെയോ ആഗ്രഹങ്ങളായിരിക്കും, എന്തൊക്കെയോ മോഹങ്ങളായിരിക്കും. പടച്ച റബ്ബേ, ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, കീറി മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബേ. ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് പേര് പെട്ടെന്നും പിടുങ്ങനെയും അപകടത്തിലും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണ റബ്ബേ. അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, കുടുംബത്തിൻ്റെ ആശ്രയമായിരിക്കാം റബ്ബേ, കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കാം റബ്ബേ. ആ കുടുംബത്തിനെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ. ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് കണ്ണീരിലാണ് റബ്ബേ. ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ, സഹനശക്തി നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് മക്കൾ പുഴയിലും കുളത്തിലും വീണ് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. പൊന്നു മക്കൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ആരോഗ്യം കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ. നല്ല സ്വാലിഹത്തായ സ്വാലിഹങ്ങളായ മക്കളാക്കി തരണേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടിക്കരയുകയാണ് റബ്ബേ. ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ, സഹനശക്തി നീ കൊടുക്കണേ റബ്ബേ. ഇതുപോലുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. റഹ്മുറാഹിമായ റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണമേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.